ഈ ഒരു റൂമിൻ്റെ തീം കൊണ്ട് തന്നെ ഈ റൂം ഒന്ന് പർട്ടിക്കുലർലി ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ അതിൻ്റെ ഡോറാണ്. ഡോറിൻ്റെ മെറ്റീരിയൽ WPC ആണ്, വുഡ് പോളിമർ കോമ്പോസിഷൻ. അപ്പം അത് ഒരു വൈറ്റ് തീമിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പം ഇതിനൊരു ഒരു വെസ്റ്റേൺ ടച്ചാണ് നമ്മുടെ ഈ റൂമിന് മൊത്തത്തിൽ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ വൈറ്റ് കളറും ഈ വെർട്ടിക്കൽ ഗ്രൂവും ചെയ്തെടുത്തിട്ടുള്ളത്. ഈ വെർട്ടിക്കൽ ഗ്രൂ ചെയ്തെടുക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ശരിക്കും MC പുട്ടിയിട്ട് നല്ലപോലെ ഒന്ന് ഫിനിഷ് ചെയ്ത് ഈ ഗ്രൂ എടുക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് ഞാൻ സ്പ്രേ പെയിൻറ്റോടെ കൊടുത്തു കഴിഞ്ഞാൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഈ ഡോറ് കിട്ടും. അതുപോലെ ഇത് ഏകദേശം 2 വർഷത്തോളം ആയതാണ്. അതിനുശേഷം നോക്കുമ്പോഴും ആണെങ്കിലും നമുക്ക് പെയിൻറ്റ് വാഷബിളാണ്. കാരണം എപ്പോക്സി അതുപോലെ PU ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വാഷബിളാണ്, എപ്പോഴും ക്ലീൻ ആയിട്ട് തന്നെ ഇതായിരിക്കും. പിന്നെ ഒരു ഡിഫോർമേഷൻ കോൺട്രാക്ഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഡോറ് ക്ലോസ് ചെയ്യുന്നതിന് ഒന്നും ഒരു ഇഷ്യൂ ഇല്ലാതെ വന്നിട്ടുള്ളത്. ഇതേ ഒരു പാറ്റേൺ ആണ് എല്ലാ ഡോർസിലും ഈ വീട്ടിൽ നമ്മൾ ഫോളോ ചെയ്തിട്ടുള്ളത്. അതുപോലെ ആ ഡോറുമായിട്ട് അലൈൻ ചെയ്ത് തന്നെ അതിൻ്റെ ടൈലിൻ്റെ ഡിസൈൻ നോക്കുക. ഒരു പ്ലാങ്കാണ് 20x4 ഫീറ്റ്, 20 സെൻറ്റിമീറ്റർ, 1.2 മീറ്റർ ലെങ്തി വരുന്ന പ്ലാങ്ക്സ് ആണ്. അത് സ്പേസറിട്ട് എപ്പോക്സ് ചെയ്താണ് പോയിട്ടുള്ളത്. അതിൻ്റെ ടെക്നിക്കൽ സൈഡ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു ലോങ് ടൈം സേഫ്റ്റി ഇങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ് എപ്പോക്സി കൊടുത്തിട്ടുള്ളത്. പക്ഷേ എപ്പോക്സി കൊടുക്കാതെ ചെയ്യുവാണെങ്കിൽ ഇച്ചിരി കൊണ്ട് അതിൻ്റെ ഒരു നാച്ചുറൽ ഫീൽ കിട്ടും. പിന്നീട് എപ്പോഴും ഒരു ക്ലൈമറ്റ് ഇഷ്യൂസ് കൊണ്ടോ ടൈലിന് എന്തെങ്കിലും ഒരു കംപ്ലയിൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ആ ഒരു എലാസ്റ്റിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എപ്പോക്സി കൊടുത്തിട്ടുള്ളത്. പക്ഷേ എപ്പോക്സി ഇല്ലെങ്കിൽ നല്ല നാച്ചുറൽ ഫീൽ കിട്ടിയാണ്. അപ്പം ഇതാണ് ആ വുഡിൻ്റെ ആ വൈറ്റും ആ ഗ്രേയും തമ്മിലുള്ള കോമ്പിനേഷൻ, ടൈലും ആ ഡോറും. അതുപോലെ കോട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ കോട്ടിൻ്റെ ബാക്ക് സൈഡിൽ ബാക്ക് റെസ്റ്റ് കൊടുത്തിരിക്കുന്നതും ഒരു ഓക്ക് വുഡ് ഫിനിഷ്, ഈ ടൈലുമായിട്ട് മാച്ച് ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മൾ അതിൻ്റെ ബാക്ക് പാനൽ ഹെഡ് റെസ്റ്റ് ചെയ്തിട്ടുള്ളത്. സിമ്പിളായിട്ട് വേറെ ഡിസൈൻസ് ഒന്നുമില്ല, ഒരു ബോർഡർ വർക്ക് കൊടുത്ത് നടത്തിയിരിക്കുന്നു. പിന്നെ ഇവിടെ ചൂസ് ചെയ്യുന്ന കോട്ടും ആ കോട്ടിൻ്റെ ക്വിൽറ്റ്, അതിൻ്റെ വിരി മറ്റ് കാര്യങ്ങളും ഒരു ബേജ് കളറിൽ, അതായത് ഈ റൂംസിലെ ബാക്കി തീംസുമായിട്ട് മാച്ച് ചെയ്യുന്നവരോ. പക്ഷേ ഒരു ജസ്റ്റ് ഒരു സ്പോട്ടിങ്ങിന് ഒരു കളർ പാറ്റേണിന് ഒരു ത്രെഡ് വർക്ക് ആ ഫാബ്രിക്ക് വന്നിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ അവിടെ പ്ലേസ് ചെയ്തിരിക്കുന്ന ക്യൂറിയോസുകൾ, അതിൻ്റെ പോട്ട്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതിനകത്തൊരു ഹൈലൈറ്റ് ചെയ്യുന്ന കളർ ആ ഗ്രീനിഷ് ഇലയുടെ ലീഫ് മാത്രമേ ഉള്ളൂ. ബാക്കി ആ റൂംസിൻ്റെ തീമിനോട് ചേർന്ന് നിൽക്കുന്ന കളർ തീമിലുള്ള ക്യൂറിയോസുകളാണ് നമ്മളവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഈ പറയുന്ന ബേ വിൻഡോയിലേക്ക് വന്നു കഴിയുമ്പോൾ ബേൻ്റെ കുഷ്യൻ കണ്ടോ, ആ ഫ്ലോറിങ്ങുമായിട്ട് മാച്ച് ചെയ്യുന്ന പോലെ ഒരു ഗ്രേ തീമിലുള്ള ഫാബ്രിക്. എൻ്റെ ചുറ്റോടി ചുറ്റും കൊടുത്തിട്ടുള്ള ആർക്കി ഡ്രൈവ്, അതിൻ്റെ ലാമിനേറ്റ് എക്സാക്ട്ലി ടൈലുമായിട്ട് മാച്ച് ചെയ്യുന്ന അതേ ലാമിനേറ്റ് ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതുണ്ട്, ഇതിൻ്റെ കോൺട്രാസ്റ്റ് വളരെ കറക്റ്റായിട്ട് എല്ലാം ഒന്നൊന്നിനോട് അലൈൻ ചെയ്ത് പോകുന്ന വിധത്തിലാണ് അതിൻ്റെ കളർ പാറ്റേൺസ് ചൂസ് ചെയ്തിട്ടുള്ളത്. ഒരു വൈറ്റ് തീമിക്കുന്ന വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ലോങ് ടൈം കഴിഞ്ഞാലും നമുക്കൊരു മടുപ്പിക്കുന്ന ഒരു ഇഷ്യൂ വരില്ല. അപ്പോൾ ഇപ്പോൾ മിക്കവാറും ആൾക്കാർ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ബാക്ക് വാളുകൾ, ബാക്ക് റെസ്റ്റിൻ്റെ അവിടെ ഹൈലൈറ്റഡ് വാളുകൾ കൊടുക്കുക, ഡാർക്ക് കോൺട്രാസ്റ്റ് കൊടുക്കുന്ന ഒരു തീം, അത് വളരെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുണ്ട്. അതുപോലെ ഈ വോളിലേക്ക് ഈ വിൻഡോ ചൂസ് ചെയ്തിരിക്കുന്നത് ഈ വിൻഡോയുടെ തൊട്ടപ്പുറത്ത് സിറ്റ് ഔട്ടാണ്. അപ്പോൾ പ്രൈവസി ഫാക്ടർ ഉള്ളതുകൊണ്ടാണ് ഒരു ഹൈ വിൻഡോ നമ്മൾ കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് 60 സെൻറ്റിമീറ്റർ ഹൈറ്റ് മാത്രം UPVC കൊടുത്തു. അതിനോട് ചേർന്ന് ആ ഗ്യാപ്പ് നമുക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ 2 ലെഡ്ജസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ വോള് പ്ലെയിൻ ആയിട്ട് കിടക്കാതിരിക്കാനായിട്ട് നമ്മളവിടെ ഒരു ലെഡ്ജ് കൊടുത്തിട്ടുണ്ട് ടോപ്പിൽ. അതുപോലെ ഒരു വർക്കിംഗ് ടേബിളും പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ കർട്ടൻസ് ആണെങ്കിലും കൊടുത്തിരിക്കുന്ന ഒരു ബേജ് കളറിൽ ആ വൈറ്റ് തീമുമായിട്ട് മാച്ച് ചെയ്ത് പോകുന്ന കർട്ടൻസാണ് കൊടുത്തിട്ടുള്ളത്. റോമൻസ് ടൈപ്പാണ് അത് കൊടുത്തിട്ടുള്ളത്. ഇവൻ ലൈറ്റ് പോലും വൈറ്റ് ലൈറ്റ് ഇല്ല, എല്ലാം കംപ്ലീറ്റ്ലി വാമാണ് ലൈറ്റും കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഡ്രസ് സ്പേസ് ആണ്. ഡ്രസ് സ്പേസിൽ നിന്ന് നേരെ ബാത്റൂമിലേക്കുള്ള ആക്സസും വരുന്നുണ്ട്. ഡ്രസ്സിങ് ഏരിയയ്ക്കുള്ള ഒരു പ്രൈവസി അവിടെ വരുന്നുണ്ട്. അപ്പം ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡ്രസ്സിങ്ങിന് ഒരു പോക്കറ്റ് സ്പേസ് കിട്ടുന്നതുകൊണ്ട് ബാത്റൂം ഒരിക്കലും ബെഡ്റൂമിലേക്ക് ഹൈലൈറ്റഡ് ആവുമോ, ബെഡ്റൂമിലേക്ക് ഡയറക്റ്റ് ഓപ്പണിങ് വരുകയോ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഈ ഡ്രസ് സ്പേസ് കൊണ്ട് നമുക്ക് മാറിക്കിട്ടും. അവിടെ ഒരു മിററ്, ഒരു കൗണ്ടർ സ്പേസ് ഫോർ ദ കോസ്മെറ്റിക്സ്, ലെഫ്റ്റ് സൈഡിൽ ഒരു വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. ടോപ്പിലേക്ക് എന്തെങ്കിലും സാധനങ്ങൾ പ്ലേസ് ചെയ്യാനായിട്ടുള്ള ഒരു ലോഫ്റ്റിങ്ങും ചെയ്തിട്ടുണ്ട്.